സ്വന്തം ബോളി. ഇതാണ് നെയ് ബോളി. നെയ് വീഴ്ത്തൽ കണ്ട, ആ നെയ് ഒഴുപ്പൽ കണ്ട വാരി കോരിയാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര മണമാണ് ഈ ഒരു ബോളിക്ക്. ഈ മുതുക്ക് ഉണ്ടകളെല്ലാം ബോളിയുടെ അകത്തുള്ള ഫിലിംഗ്സ് ആണ്. ലൈവ് ആയിട്ടാണ് ചൂട് നെയ് ബോളി നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ബോളിയെല്ലാം നല്ല പൂരി പോലെ പെരുവി വരും. അതിനുശേഷം നെയ്യും തടവി നല്ല വാഴയിലെ പ്ലേറ്റിലിംഗ് തരും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പായസം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇവരൊരു സ്പെഷ്യൽ പായസമാണ് കോക്ടെയിൽ പായസം. അതെന്തായാലും ട്രൈ ചെയ്യാം. പാൽപ്പായസം, കടലപ്പായസം, അടപ്പായസം, അങ്ങനെ ഒരുപാട് വെറൈറ്റി പായസം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കോക്ടെയിൽ പായസം. കോക്ടെയിൽ പായസം ബോളിയും കൂടെ ഭയങ്കര ടേസ്റ്റ് ആണ്. കൂട്ടി കുഴച്ച് കഴിച്ചാണ്ടല്ല, നല്ല മുതുക്ക് ടേസ്റ്റ് ആണ്. തൊള്ളയെ കൂടെ ഇറങ്ങി പോണത് അറിയത്തേ ഇല്ല. ഇതെല്ലാം കഴിച്ച് വീട്ടിൽ പോയി ഒരു മുതുക്ക് ഉറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞാണ് എണീച്ചത്. അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് ബോളിക്കും പായസത്തിനും വേണ്ടി മാത്രം ഒരു അടിപൊളി ഒരു കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. അത് നമുക്ക് ലൈവായിട്ട് നല്ല ചൂടോട് കൂടെയാണ് പായസവും ബോളിയും എല്ലാം കിട്ടുന്നത്. നിങ്ങൾക്ക് പാഴ്സൽ വേണമെങ്കിൽ അവിടെ ബോട്ടിൽ പായസം വെച്ചിട്ടുണ്ട്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം കരമന ഐഡിയൽ ഷോറൂമിന്റെ തൊട്ടടുത്തുള്ള ശ്രീനന്ദാസ്. അപ്പൊ ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഫുഡും കഴിക്കാൻ കുറേ അധികം താല്പര്യമുള്ളവരാണ് മെജോറിറ്റി ഉള്ള ആൾക്കാരും. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഫുഡൊക്കെ ഓരോ സ്ഥലത്ത് പോയി ഇന്നടത്ത് ഇന്ന ഫുഡൊന്നും ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത് ഓരോ ഫുഡ് വ്ളോഗേഴ്സ് ഇടുന്നത് കണ്ടിട്ടാണ്. അവർ ഇടുന്നത് കാണുമ്പോഴത്തേനും ഓക്കെ ഇവിടെ പോയി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് വിശ്വസിച്ചാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള കാലത്ത് ഇങ്ങനെ അവരൊക്കെ ചുമ്മാ പൈസയ്ക്ക് വേണ്ടി പ്രൊമോഷന് വേണ്ടി ഓരോ വീഡിയോയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇതൊക്കെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടോ, അതിന് ഇത്രയും വില കുറവുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ നിങ്ങൾ ആദ്യമേ കണ്ട വീഡിയോയിൽ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു പ്രശസ്ത ഫുഡ് വ്ളോഗർ വീഡിയോ ഇടുന്നു. ഇത് കണക്ക് ഇന്നടത്ത് വന്നു കഴിഞ്ഞാൽ ബോളിയും പായസമൊക്കെ കഴിക്കാൻ കൊള്ളാം, നിങ്ങൾ വന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുന്നു, വേറൊരു വ്ളോഗറൊക്കെ ഇത് പോയി ട്രൈ ചെയ്യുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് തുറന്ന് പറയുകയും ചെയ്തു. വീഡിയോ കണ്ടാട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ചില പ്രശസ്ത ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ കണ്ട് ആക്രാന്ത മൂത്താണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നെയ്ബോളിയാണ് കേട്ടോ ഐറ്റം. ഇത് ഇവിടെ കൂട്ടി ഉണ്ടാക്കി തരുന്ന നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ. ഇന്നൊരു പ്രത്യേക ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് 200 ഗ്രാം പായസം ഒരു കോമ്പോയിൽ ഒഴിച്ച് തരുന്ന കേട്ടോ ഇവർ പറഞ്ഞത്. പക്ഷേ സത്യം പറയാലോ, കൂടി പോയാൽ 30 ഗ്രാം വരും ഈ പായസം കോരുന്ന തവി. അതിനകത്ത് 2 തവണ എടുത്ത് ഒഴിച്ച് തരുമ്പോൾ എങ്ങനെ പോയാൽ 60 ഗ്രാം. അതിൽ കൂടുതലൊന്നും പായസം ഇല്ല കേട്ടോ. ബോളിയാണെങ്കിൽ തരക്കേടില്ല, അത്ര തന്നെ. പായസവും അതേപോലെ. സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിയിട്ടോ ഹസ്ബൻഡിനെ അനിയനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ബില്ല് വന്നപ്പോഴാട്ടോ ശരിക്കും ഞെട്ടിപ്പോയത്. 145 രൂപ. സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഈ ബ്ലോഗർമാർ പറയുന്ന തള്ളുകൾ എല്ലാം വിശ്വസിക്കുന്നു. എന്റെ കഷ്ടകാലത്തിലാട്ടോ രണ്ടുപേരെ ഞാൻ കൊണ്ടുവന്നത്. ഇവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ പിന്നെ വേറൊരു കടയിൽ സെപ്പറേറ്റ് കൊണ്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളെങ്കിലും പറ്റിക്കപ്പെടുന്നത്. കടയുടെ പേര് ഈ വീഡിയോ. സോ അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു കടയിൽ പോയിട്ട് ഫുഡ് ട്രൈ ചെയ്ത സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ പ്രൈസ് ഭയങ്കരമായിട്ട് ഹൈ ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, വീഡിയോ ഇടുന്നു. ഇവർ പറഞ്ഞ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു വ്ളോഗർ സൂരജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ട്രിവാൻഡ്രത്ത് എന്നോട് ഫുഡ് വ്ളോഗറാണ്, കുറേ പേർക്ക് അറിയാം. സോ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇവർ പോയി കഴിച്ചത്. ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടെങ്കിൽ ഇവർ തുറന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്ത എന്ത് ചെയ്യുന്നു, ഈ ഒരു വ്യക്തി ഫുഡ് വ്ളോഗറിൻ്റെ ഫ്രണ്ട് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത് ഒരു വീഡിയോ ഇടുന്നു. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഇവർ ഈ പറഞ്ഞ വ്ളോഗേഴ്സ്, ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ വ്ളോഗേഴ്സ് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അവർ പൈസയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതാണ്. എന്നിട്ട് ഇവരിങ്ങനെ തന്നെ ബാക്കിയുള്ളവർ പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് കുറ്റം പറയുന്നത്. ഈ ഒരു കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ആ ഒരു വ്ളോഗർ ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് പഴയ സാരി കൊടുത്ത് പുതിയ സാരി അല്ലെങ്കിൽ പൈസയൊക്കെ വാങ്ങാം എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് സ്കീം പോലത്തെ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയാണ് ആ ഫ്രണ്ട് എന്തെങ്കിലും വീഡിയോ റിയാക്ട് ചെയ്തിടുന്നത്. സോ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അയ്യോ കഷ്ടം തന്നെ ബ്രോ. ഇതുപോലെ സാരികളുടെ തട്ടിപ്പ് വീഡിയോ ഇട്ട് സൂരജിന്റെ പൊളിച്ചടിക്കലാണ്. കേസിന് വേണ്ടിയിട്ട് എന്തും കോമാളത്തോളം കാണിച്ച് വീടിറക്കുന്ന നിന്നേക്കിന് എന്ത് വേണം? കാഞ്ചീപുരം പട്ട് സാരി കൊടുത്തിട്ട് 40,000 രൂപ കൊലുസ്, മറ്റത് തേങ്ങ മാങ്ങ. ഇതൊക്കെ തീന്ന് ഇനി എന്തിനാ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്? പൈസ വാങ്ങിച്ചിട്ട് ബ്ലോഗ് ചെയ്യാത്ത ഒരു മോൻ പൈസ വാങ്ങിച്ചിട്ട് ചെയ്തത് ഫ്രീ ആയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി സംസാരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുഡ് ബ്ലോഗറിൻ്റെ ഫ്രണ്ടാണ്. സോ ആ വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇതേ കണക്കൊക്കെ ചെയ്തിട്ടില്ല, നിങ്ങൾ പറ്റിക്കുന്നവരില്ല, നിങ്ങൾ ഇതേ കണക്ക് അപ്പോൾ പിന്നെ പൈസ വാങ്ങാതാണോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇതേ എന്ത് ചെയ്യുന്നു വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. പിന്നെ ഈ വ്യക്തിയുടെ ഈ ഒരു ഫ്രണ്ടിൻ്റെ റിപ്ലൈ ആയിട്ട് മറ്റവർ ആ ഒരു കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ആ ഒരു വ്ളോഗേഴ്സ് എന്ത് ചെയ്യുന്നു, ഇതിന് മറുപടിയായിട്ട് വേറൊരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്തോ പറയാനുള്ളതെന്ന് പറഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ ബോളിയുടെ കേസ് റിയാക്ട് ചെയ്തപ്പം ഈ പറയുന്ന ഈ അമ്മ അവൻ അതിന്റെ ഇടയിൽ ഒന്ന് കമന്റ് ചെയ്തു, അത് നീ ഇങ്ങനെ ചെയ്തിട്ടാണോ ചെയ്തത്? ഞാൻ പറയാനല്ല, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യമുണ്ട്. ഞാൻ ഇത്രേ പറയുള്ളൂ, ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് ഒരു എത്തിക്സ്, ഒരു അല്പം മര്യാദ അറിയാം. ഫുഡ് ബ്ലോഗർ ആണ്, ഓക്കെ, സംഭവിക്കണം. നിങ്ങളുടെ മിക്ക ഫുഡ് സ്പോട്ട് നല്ലതാണ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം നല്ലതാണ്, മോശമാണെന്ന് ഇപ്പോഴും പറയുന്നില്ല. 100 എണ്ണത്തിൽ 10 എണ്ണമെങ്കിലും മോശമായിരിക്കും. അത് മോശമാണെങ്കിൽ മോശമാണ്, അത് ഉറപ്പായിട്ടും അത് മോശമാണ്. അല്ലാതെ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് അതിൽ രോക്ഷം കൊള്ളേണ്ട ഒരു കാര്യമില്ല. അതിൽ ഈ പുള്ളിക്കാരനും ഈ പറഞ്ഞ ഫുഡ് ബ്ലോഗറും നല്ല രീതിയിൽ വന്ന് കുറെ ഡയലോഗ് അടിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പം ഞങ്ങൾ വിളിച്ച്, എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് ഈ പറഞ്ഞ ഫുഡ് ബ്ലോഗറിനെ, ഈ അമ്മാവനെ അല്ല, ഈ പറഞ്ഞ ഫുഡ് ബ്ലോഗറിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. ഞാൻ എന്ത് ചെയ്തു, മാനുമായിട്ട് പുള്ളിനെ വിളിച്ച് ഇന്നടക്ക് പറയുമ്പം
പുള്ളിയും പറയും ബ്രോ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണം. ഞാനും പറയും ഞാനും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രൊമോഷൻ ചെയ്യണം, എല്ലാവരും അങ്ങനെയാണ് ചെയ്യണം, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം. ഇതെല്ലാം പറയും. ഞാൻ പറയും ബ്രോ നിങ്ങൾ അപ്പോൾ ഇതാണ് പുള്ളി പറഞ്ഞു അത് ഞാൻ മാത്രമേ തിരുവനന്തപുരത്ത് ആ കടയിൽ അത് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറയും ശരി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. ഇത് പറഞ്ഞ് വീഡിയോ കയറിക്കൊണ്ടിരുന്ന വീഡിയോ ഞങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഈ കാണിച്ച തോന്നിയവാസം കാണിച്ചത്. ഓക്കെ, ഇതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾ അത് ഡയറക്റ്റ് പറയും. കാഞ്ചീപുരത്തിന്റെ കാര്യത്തിൽ ഇത്രയും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ കാഞ്ചീപുരത്തിന്റെ ആട് പുള്ളിക്ക് അങ്ങനെ ആൾക്കാർ ഉടായിക്കണതായിട്ട് തോന്നി, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. പിന്നെ ഞങ്ങളത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞങ്ങൾ ചെയ്ത്, എന്നിട്ട് അന്ന് ഞങ്ങളിത് ചെയ്തില്ല. കാരണം ഒരേ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മളത് വെറുതെ ഒരാളായിട്ട് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ആ ചെയ്യുന്ന സമയത്ത് ഞാനാണ് ലാസ്റ്റ് കാഞ്ചീപുരത്തിന്റെ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോഴത് എന്നെ നല്ല രീതിയിൽ ഹോൺ ചെയ്തിട്ടുണ്ട്, ഞാൻ മൈൻഡ് ചെയ്യാൻ നിന്നില്ല, കാരണം അത് പുള്ളിയുടെ വ്യൂ പോയിന്റ് ആണ്. ഓക്കെ, അപ്പോഴത് എനിക്ക് യാതൊരു ബന്ധമില്ല, അതിനകത്ത് ഞാനത് വിട്ട് ഞാൻ പുള്ളിയുടെ അത് വിളിച്ച് സംസാരിച്ച് ബ്രോ അങ്ങനെ ഇട്ടത് അതെങ്ങനെയാണെന്ന് പറഞ്ഞ് സംസാരിച്ച് വിട്ട കേസാണ്. എന്നിട്ടാണ് പുള്ളി ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ. എന്നിട്ട് ഈ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഈ പറഞ്ഞു ഞാൻ ആരാണ് ഫുഡ് ബ്ലോഗർ എന്ന് ഇപ്പോഴും ഞാൻ പറയണില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. വിളിച്ചിട്ട് പുള്ളിയുടെ ഞാൻ പറയും ബ്രോ നിങ്ങൾ പറഞ്ഞിട്ടാണ് അത് ഇന്ന കേസ് കൊണ്ട് നമ്മളെ ഡിലീറ്റ് ചെയ്ത്, എന്നിട്ടാണ് ഈ പരിപാടി എന്ന് വെച്ചാൽ പുള്ളി എടുത്ത വല്ല പറയും അത് കുഴപ്പമില്ല. സോ ഇതാണ് ഇവർ തിരിച്ച് പറഞ്ഞൊരു മറുപടിയായിട്ടൊരു വീഡിയോ എടുത്തിട്ടത്. സോ ഇത് കണ്ടപ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും മേജോറിറ്റി ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എല്ലാം കാര്യം എല്ലാവരെയും എടുത്തു കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോഴത്തേനും നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ വിശ്വസിച്ച് ഇൻഫ്ലുവൻസേഴ്സൊക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ച് വാങ്ങാനോ ഒന്നും തന്നെ നിൽക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പൈസ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു കാരണങ്ങളോ ഇല്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പൈസയൊന്നും കിട്ടുന്നില്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാനും പറ്റില്ല, അതുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾക്കത് ഉറപ്പുണ്ടോ എന്ന് ബാക്കിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങാൻ നിൽക്കുക. അതാണ് പറയാനുള്ളത്.